പ്രവർത്തന രംഗത്ത് സജീവമാണെന്ന് കാസർഗോഡ് ലീഗ് സ്വാധീന മേഖലകളിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മനസ്സിലാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കൊടി വിഷയത്തിലും സമസ്ത വിഷയത്തിലും കുഞ്ഞാലിക്കുട്ടി കാസർഗോഡ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മണ്ഡലത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷനൊക്കെ ലീഗ് വളരെ സജീവമായിരുന്നു. പക്ഷേ ഇത്തവണ അത്ര സജീവമല്ലാത്തൊരു അവസ്ഥ കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? ലീഗ് അണികൾ പ്രത്യേകിച്ച് ഒരു സജീവം അല്ലാത്ത രീതിയിൽ തോന്നുന്നു. കാരണം അത് ചോദിക്കുന്ന ആൾക്ക് മാത്രം ഉണ്ടായ ഒരു തോന്നലാണെന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾക്കാർക്കും കഴിഞ്ഞ് വോട്ട് എണ്ണുമ്പോൾ കണ്ടാൽ മതി. അതൊക്കെ റംസാൻ കഴിഞ്ഞതിന് ശേഷം അതും കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന റംസാൻ കഴിഞ്ഞതിന് ശേഷം അതും കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വർദ്ധിച്ച ആവേശം ഉണ്ടായിരിക്കുന്നത്. റിസൾട്ട് നോക്കിക്കോ, വേറൊന്നുമല്ല. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു ലീഗ് കോട്ടയിലാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം എത്ര ഉണ്ടെന്നുള്ളത് വന്നിട്ട് എടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ മാത്രം കൊടിയൊന്നും ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞൊരു നയപരമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അല്ല, അത് ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞതാണ്. ഒരുപാട് ഞങ്ങള് CPM ഒരു ബഹുമാനം കാണിച്ചതാണ്. ഈ വടിമലല്ലേ അവരും കൊടി കെട്ടിയിരിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗം. ഇവിടെ വരുമ്പോൾ അവർക്കൊരു അസൗകര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒരു അവതാരം ചെയ്താണ്. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ പറയാം. നിങ്ങൾ പറയുന്നതൊക്കെ വെരിഫൈ ചെയ്യാതെ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. മലപ്പുറത്ത് സുന്നി ഭാഗമായിട്ട് എന്തെങ്കിലും ലീഗിന് പ്രശ്നമുണ്ടോ? ശ്രദ്ധയപ്പെട്ടുണ്ട്. അവർ പരസ്യമായിട്ട് ഈ സൈബർ ഇടങ്ങളിലെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ തോൽപ്പിക്കൽ ലീഗിനെ അതിനെ സംബന്ധിച്ച് അവർ തന്നെ കേരള ജമിയത്തുൽ ഉലമ തന്നെ പറഞ്ഞത് നിങ്ങൾ നോക്കിയാൽ മതി. അതിന് എൻ്റെ വക ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായി പറഞ്ഞിട്ട് ഞാനതാ പറഞ്ഞത്. അത് അവർ തന്നെ ഈ വാർത്താമാധ്യമങ്ങളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ UDF സ്ഥാനാർത്ഥി തളങ്കര ഭാഗത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചില സംഭവങ്ങളെ കുറിച്ച് LDF ഒരു പ്രചരണ വീഡിയോ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധയപ്പെട്ടിരുന്നു. അതൊന്നും നല്ലതല്ല. അതൊക്കെ വളരെ വിഭാഗീയമായ പ്രചരണ രീതികളാണ്. വളരെ മോശമാണ്. അതിനെക്കുറിച്ച് അവിടെയുള്ള UDFന്റെ നേതാക്കന്മാർ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അത് റിവൈവ് ചെയ്ത് വീണ്ടും ചർച്ചയാക്കണം. അത് ലീഗും കോൺഗ്രസും UDFും അവിടുത്തെ വനിതാ MLA-മാരും ഒക്കെ ആ കാര്യത്തിൽ UDFന് എന്താണ് പറയാനെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയാൻ ഞാനതിൽ പറഞ്ഞ എല്ലാ കാര്യത്തിലും പറഞ്ഞുള്ളതില്ല. അവിടെ പ്രാദേശികമായി വടകരയിൽ ഉള്ള അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അവർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ചെയ്ത കുറ്റം എന്നുള്ളത് പുറത്തു കൊണ്ടുവരണം എന്നാണ് അവർ പറഞ്ഞത്. അതൊക്കെ ഇനി അതിന്റെ ഡീറ്റെയിൽസ് വരട്ടെ. ഞാനിപ്പോ പ്രചരണം ശരിയാണോ? ഒരു മോശമായ രൂപത്തിൽ ഇതുവരെ ഒന്നും ഇല്ലാത്ത രൂപത്തിലാണ് കേരളത്തിലെ മറ്റേത് നിങ്ങൾക്കൊരു സംഗതി കൊടുക്കണം. അതിനിപ്പോ ഞാൻ അതിനനുസരിച്ച് എന്തെങ്കിലും പറഞ്ഞു. ഞാൻ ആവശ്യം അത് അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോ അതിൽ കക്ഷി ചേരുന്നില്ല. ഓക്കെ, താങ്ക് യു.